ഈ ചെറിയ തൈകളിലുണ്ടാവുന്ന പേര പോലും ഏതാണ്ട് ഒരു 700-800 ഗ്രാം വരും. ഇതൊക്കെ ലെയർ ചെയ്തെടുത്ത തൈകളാണ്. ഞാൻ വീഡിയോ പലതും ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ ശബ്ദം മാത്രമേ ഇതുവരെ എല്ലാവരും കേട്ടിട്ടുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അബൂബക്കർ. സീഡ് വളരെ കുറഞ്ഞ നല്ല വലിപ്പവും മധുരവും ഒക്കെ ഉള്ള ഒരു ഇനാണിത്. അതാണ് കിലോ പേര. ഇതിൻ്റെ മദർ പ്ലാന്റ് ഇവിടെ ഉണ്ട്. ഞാൻ അതിൽ നിന്ന് ലെയർ ചെയ്ത് വേര് പിടിപ്പിച്ചെടുത്ത തൈകളാണ് ഈ കാണുന്നതൊക്കെ. ഗ്രാഫ്റ്റ് ചെയ്തതും ബെഡ് ചെയ്തതും ഒക്കെ നല്ലപോലെ കായ്ക്കും. എന്നാലും ഇങ്ങനെ ലെയർ ചെയ്ത് ഇതുപോലെ ഉണ്ടാക്കിയ തൈ എൻ്റെ അഭിപ്രായത്തിൽ എത്രയും പെട്ടെന്ന് കായ്ക്കുന്നത് ഇത്തരം തൈകളാണ്. 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഒന്നാമതായി നമ്മൾ ഈ തൈകളൊക്കെ നടുമ്പോൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് നടാൻ ശ്രമിക്കുക. അതുപോലെ ദിവസവും നനച്ചു കൊടുക്കണം. ചട്ടിയിൽ നടുമ്പോൾ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം ചട്ടിയിൽ കെട്ടിക്കിടക്കരുത്. അതുപോലെ മുട്ടിട്ട് തുടങ്ങിയാൽ നന ഒന്നരാടനാക്കുകയാണ് നല്ലത്. എന്നും നനച്ചു കൊടുത്താൽ ആ മുട്ടകൾ കൊഴിഞ്ഞു പോകാനും സാധ്യത ഉണ്ട്. ഇങ്ങനെ വേര് പിടിപ്പിച്ചെടുത്ത തൈ നമ്മൾ ചട്ടിയിലേക്ക് നടുന്ന സമയത്ത് കൂടുതലായിട്ട് വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ചകിരിച്ചോറ്, മണ്ണ്, അതിലേക്ക് കുറച്ച് ചാണകപ്പൊടിയും പിന്നെ ഇതിൽ വേരൊക്കെ ഒന്ന് ശരിക്കും ഉറച്ചതിന് ശേഷം നമുക്ക് കൂടുതൽ വളങ്ങൾ കൊടുക്കാം. വളമായിട്ട് പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് ചാണകപ്പൊടിയുടെ കൂടെ എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, ഇത്തരം ജൈവ വളങ്ങളാണ് ഞാൻ ഇതിനൊക്കെ കൊടുക്കാറുള്ളത്. ചട്ടിയിലാകുമ്പോൾ ഇതുപോലെ കരിയില കൊണ്ടൊന്ന് പൊതയിട്ട് കൊടുത്താൽ മണ്ണ് നേരിട്ട് സൂര്യപ്രകാശം അടിക്കുന്നതല്ല, മണ്ണ് വല്ലാതെ ചൂടാവാതിരിക്കും. ഇങ്ങനെ നല്ലപോലെ വളരാൻ ജൈവവളം മാത്രം മതിയോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. നല്ല വളർച്ച കിട്ടാൻ ജൈവവളം മാത്രം മതി. എന്നാലും ഒരല്പം രാസവളം നമ്മൾ കൊടുക്കണം. അത് കൊടുക്കേണ്ട സമയത്താണ് കൊടുക്കേണ്ടത്. മുട്ട് ഇടാറാകുന്ന സമയത്താണ് അല്പം മൈക്രോ ന്യൂട്രിയൻസും അല്പം പൊട്ടാഷ്യം കൂടി വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുത്താൽ അത് നല്ലപോലെ പൂവിടാനും മുട്ടുകൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും അത് നല്ലതാണ്. അത് എങ്ങനെ കൊടുക്കണം, എത്ര അളവിലാണ് കൊടുക്കേണ്ടത് എന്നതിനൊക്കെ പറ്റി ഞാൻ ഈ ചാനലിൽ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും.